ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാൻ ഈ മരം നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാൻ ഈ മരം നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു തീ പടർത്തുവാൻ ഇവിടെ എൻ മിഴികളും നട്ടു. വിരഹജനാലകൾ വിജനവരാന്തകൾ, വിരഹജനാലകൾ വിജനവരാന്തകൾ, ഇവിടെ ഞാൻ എന്നെയും നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാൻ ഈ മരം നട്ടു. മഴയുടെ മൊഴികളെ മൗനമായെന്നോ അറിയുവാനാശിച്ചു നമ്മൾ. മഴയുടെ മൊഴികളെ മൗനമായെന്നോ അറിയുവാനാശിച്ചു നമ്മൾ. ശിശിരത്തിനിലകളായി മണ്ണിൻ മനസ്സിലേക്കടരുവാനാശിച്ചു നമ്മൾ. മഴ മാഞ്ഞതെന്നോ വെയിൽ ചാഞ്ഞതെങ്ങോ, മഴ മാഞ്ഞതെന്നോ വെയിൽ ചാഞ്ഞതെങ്ങോ, മണലിൽ നാം ഒരു വിരൽ ദൂരത്തിരുന്നു. തണലെഴും വഴികളിൽ കാറ്റുപോൽ മിണ്ടി ഇവിടെ നാം ഉണ്ടായിരിക്കും. തണലെഴും വഴികളിൽ കാറ്റുപോൽ മിണ്ടി ഇവിടെ നാം ഉണ്ടായിരിക്കും. ചിറകടിച്ചുയരുവാൻ ഓർമ്മ തൻ തൂവൽ പകരമായേകുന്ന മണ്ണിൽ. മഴയോർമ്മ ചൂടും ഇല പോലെ നമ്മൾ, മഴയോർമ്മ ചൂടും ഇല പോലെ നമ്മൾ. ഇനി വേനലോളം കൈകോർത്തിരിക്കാം. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാൻ ഈ മരം നട്ടു. പാഠപുസ്തകത്തിലെ ചിത്രങ്ങൾ, ആകാശത്ത് പറന്നകലുന്ന വിമാനങ്ങൾ. കുട്ടികളിൽ അധികം പേരും വിമാനം കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. സമീപകാലത്തെങ്ങും വിമാനം അടുത്ത് കാണുന്നതിനോ ഒരു യാത്ര സാധ്യമാകുമെന്നോ അവർ നനച്ചിട്ടേയില്ല. അങ്ങനെ ഇരിക്കെയാണ് കൂട്ടുകാരുടെയും അധ്യാപകരുടെയും ഒപ്പം അവർക്കെല്ലാം കൂടി ഒരു സ്വപ്നയാത്ര സാധ്യമായത്. 2 സ്കൂളുകളിൽ നിന്നുമായി ആകെ 32 കുട്ടികൾ. അധ്യാപകരും അനധ്യാപകരും ജനപ്രതിനിധിയുമടക്കം യാത്രയുടെ ഭാഗമായത് 52 പേർ. നെടുമ്പാശ്ശേരിയിൽ നിന്നും രാവിലെ 10:35 അവർ യാത്ര പുറപ്പെട്ടു. 11:30 തിരുവനന്തപുരത്ത് പറന്നിറങ്ങി. വളരെ മനോഹരമായ ഒരു വിമാനയാത്രയായിരുന്നു കുട്ടികൾക്ക് അനുഭവമാക്കിയത്. ഇത് ഞങ്ങൾക്ക് വളരെ അനുഭവവേദ്യമായ ഒരു ദിവസം തന്നെയാണ്. പരുവ സ്കൂൾ പ്രഥമ അധ്യാപകൻ അനിൽ ബോസ്, ഭാര്യയും നാറാണംമൊഴി സർക്കാർ LPS പ്രഥമ അധ്യാപികയുമായ അനില മിറാഡ് എന്നിവരാണ് കുട്ടികളുടെ വിമാനയാത്രാ ചെലവ് വഹിച്ചത്. ഒപ്പം ബസ് യാത്രാ കൂലിയും. കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും അവരെ സ്വപ്നയാത്രയ്ക്ക് കൈപിടിക്കുകയും ചെയ്ത അധ്യാപക ദമ്പതികൾക്ക് ഈ ഇനത്തിൽ മാത്രമുള്ള ചെലവ് 2,18,800 രൂപ. വളരെ നേരത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു
വിദ്യാർത്ഥികളുമായിട്ട് ഒരു വിമാനത്തിൽ യാത്ര ചെയ്യിക്കണമെന്നൊരു ആഗ്രഹം. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഈ 2 സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും വിമാനയാത്രയിലുണ്ടായിരുന്നു. MLA ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുള്ളതാണ് അതിൻ്റെ അതിയായ സന്തോഷം എന്ന് പറയുന്നത്. തലസ്ഥാനത്തെത്തിയ സംഘം സെക്രട്ടേറിയറ്റ്, നിയമസഭ, രാജ്ഭവൻ എന്നിവയും സന്ദർശിച്ചു. ഇവിടെ കുട്ടികൾക്ക് MLA ഗൈഡിന്റെ റോഡിലായിരുന്നു. ഒരു യാത്ര മാത്രമായിരുന്നില്ല അത്. ഭാവിയിൽ ഒരുപാട് ഉയരങ്ങൾ താണ്ടാൻ ആ കുട്ടികൾക്കൊരു സ്വപ്നം കൂടി സമ്മാനിക്കലായിരുന്നു ആ യാത്ര. ശേഷം കോവളം കടപ്പുറത്ത് സൂര്യാസ്തമനം കണ്ടാണ് അവർ നാട്ടിലേക്ക് മടങ്ങിയത്. അടിപൊളിയായിരുന്നു. ഞങ്ങള് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഫ്ലൈറ്റിലായിരുന്നു പോയത്. ഞങ്ങൾ നിയമസഭയിൽ പോയി. പിന്നെ ഇവിടെ ബീച്ച് കാണാൻ ഞങ്ങൾ എല്ലാവരും കൂടെ കോവളത്ത് വന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അഭിലാലുണ്ട് നമുക്കൊപ്പം. അഭി, ഗുഡ് മോർണിംഗ്. ഇപ്പോ ഈ വാർത്ത, അതായത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം ഈ വിമാനയാത്ര എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ എത്രയൊക്കെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അത് വീണ്ടും വീണ്ടും ഓരോ യാത്രകളും വ്യത്യസ്തമാണ്. ഓരോ സമയവും നമുക്ക് പുതിയ എക്സൈറ്റ്മെന്റുകളാണ് വിമാനയാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. മറ്റ് യാത്രകൾ പോലെയല്ലോ വിമാനയാത്ര എന്ന് പറയുന്നത്. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ അത് പറയുകയും വേണ്ട. അവരുടെ സന്തോഷമൊക്കെ വാക്കുകൾക്കും അപ്പുറമായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അധ്യാപക ദമ്പതികൾ ഇത്തരം ഒരു യാത്രയ്ക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു കാരണം? അവര് പറയുന്നുണ്ട് സന്തോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം വേറെ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? കേരളത്തിൽ എവിടെയും ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അധ്യാപകരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇങ്ങനെയൊക്കെ കുട്ടികളെ സഹായിക്കുമോ? അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകി അവർക്കൊപ്പം യാത്ര ചെയ്യുമോ? അതിശയപ്പെടുത്തുന്ന പ്രവർത്തനമാണ് പരിവാർ സ്കൂളിലെയും നാറാണമൊഴി ഗവൺമെൻറ് LPSലെയും പ്രഥമ അധ്യാപകരായിട്ടുള്ള അനില ടീച്ചറുടെയും ഭർത്താവായിട്ടുള്ള അനിൽ ബോസ് സാറിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തങ്ങളുടെ ഔദ്യോഗിക ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് കുട്ടികളെ തങ്ങളുടെ ചെലവിൽ ഒരു വിമാനയാത്രയ്ക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അവരുടെ ദീർഘകാല സ്വപ്നമായിരുന്നു. അനിൽ സാറ് ഏതാനും മാസങ്ങൾ കൊണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുകയാണ്. അതിന് മുൻപായി ചെയ്തു തീർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായാണ് ഈ വിമാനയാത്രയെ അവർ പ്ലാൻ ചെയ്തത്. ദീർഘകാലത്തെ ആലോചനകളുണ്ട്. കുട്ടി ഒരാൾക്ക് 5200 രൂപയായിരുന്നു വിമാന ടിക്കറ്റ്. പിന്നീട് ബസ് യാത്രയ്ക്ക് 46,000 രൂപ വേറെ. അങ്ങനെ അധ്യാപക ദമ്പതികൾ അവരുടെ സമ്പാദ്യത്തിൽ നല്ലൊരു ശതമാനം ഈ യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. റാന്നി MLA പ്രമോദ് നാരായണൻ ഈ ആലോചനയുടെ തുടക്കം മുതൽ പദ്ധതിയുടെ ഭാഗമായുണ്ട്. അദ്ദേഹം ഇവർക്കൊപ്പം യാത്ര ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന സംഘത്തിന് ഭരണസിരാ കേന്ദ്രം, അതോടൊപ്പം അനുബന്ധമായ കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങളൊക്കെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു ഗൈഡിൻ്റെ റോളിൽ അദ്ദേഹം ഉണ്ടായിരുന്നതാനും വലിയ നിറഞ്ഞ കയ്യടി ഉള്ള പ്രവർത്തനം, അല്ലെങ്കിൽ കയ്യടി അർഹിക്കുന്ന അതാണ് അഭി. കാരണം ഇങ്ങനെയൊക്കെ അധ്യാപകർ, അതായത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊപ്പം നിൽക്കുന്ന അധ്യാപകർ, അവരുടെ കീഴിൽ പഠിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞത് നമുക്ക് എക്കാലവും അത് മറക്കാൻ പറ്റാത്ത ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും ആ അധ്യാപക ദമ്പതികൾക്ക് നല്ലത് മാത്രം വരട്ടെ. അവർക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതവും വളരെ മനോഹരമായിരിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. എന്തായാലും വളരെ വളരെ നല്ലൊരു വാർത്ത. ശരി അഭില. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാൻ ഈ മരം നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു പൂവിടർത്തുവാൻ ഇവിടെ ഞാൻ ഈ മരം നട്ടു. ഇനിയൊരു കാലത്തേക്കൊരു തീ പടർത്തുവാൻ ഇവിടെ എൻ മിഴികളും നട്ടു. വിരഹജനാലകൾ, വിജനവരാന്തകൾ, വിരഹജനാലകൾ, വിജനവരാന്തകൾ, ഇവിടെ ഞാൻ എന്നെയും നട്ടു.